തുടങ്ങിയ പിന്നെ നിർത്തൂല. അപ്പോൾ ഇങ്ങനത്തെ കുറേ സൗണ്ടുകളൊക്കെ ഉണ്ട്. അടുത്ത ഗിഫ്റ്റ് ഇതാണ്. അപ്പം ഈ ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ ഹോട്ട് വീൽസ് നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റിയ 2 കാറുകൾ വരും. അടുത്ത നമുക്ക് നോക്കാവേ. അപ്പോൾ പിന്നെ നമുക്കൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡും കൂടെ ബട്ട് എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ സാക്കി, ഐ ഹോപ്പ് യു പ്ലേ വിത്ത് മീ സൂൺ, ലവ് യു ഐഡിൻ. നേരത്തെ ഇത് സൂക്ഷിച്ച് വെച്ചാൽ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു സാക്കി വലുതാകുമ്പോൾ അബാടെ മോനല്ലേ. അപ്പോൾ ഇങ്ങനെ കാർ കളക്ഷൻ അവന് കാർഡും കൂടെ ഞാനൊന്ന് വായിക്കാട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു ദ വെരി ക്യൂട്ട് ആൻഡ് ടൈനി ലിറ്റിൽ ഹ്യൂമൻ. ഹലോ ഗൈസ്, വെൽക്കം ടു ഒരു കുഞ്ഞു വ്ളോഗ്. ഈ ഒരു വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം സാക്കിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വീക്സ് ടൈമോളം ആയി. ഈ 2 വീക്സ് ടൈമും സാക്കിക്ക് അന്ന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് മുഴുവൻ ഞാനിങ്ങനെ ഓരോ ബോക്സിലായിട്ട് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഡെഡിക്കേഷൻ നോക്കണേ, ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഗിഫ്റ്റ്സ് ഒന്നും തുറന്നു നോക്കാണ്ട് സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു കേട്ടോ. പക്ഷേ തുറന്ന് നോക്കാണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ടൈം എടുത്തിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആയിരുന്നു അവന് കിട്ടിയതെല്ലാം. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ക്യാൻഡിൽ നമുക്ക് ഫാമിലി ഒന്നും ഇല്ലല്ലോ, എങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സ് അവന് വേണ്ട സാധനങ്ങൾ, ഈ ഒരു വെതറിന് അപ്രോപ്രിയേറ്റ് ഉള്ള സാധനങ്ങൾ, അവന് ഈ ലൈഫിലോട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ വേണ്ട സാധനങ്ങളെല്ലാം അവർ ഓർത്ത് നോക്കിയാണ് കേട്ടോ വാങ്ങിച്ചത്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഈ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാന്നുള്ളത്. അപ്പം ഇന്ന് അതാണ് നമ്മുടെ കണ്ടന്റ്. സാക്കിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ ഞാൻ ഓർത്തു. അപ്പോൾ വെൽക്കം ടു വൺ ഓഫ് ദിസ് കുട്ടി വ്ളോഗ്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒന്നും ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല, ഒന്നും അസംബിൾ ചെയ്തിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഒരെണ്ണം മാത്രം അസംബിൾ ചെയ്തായിരുന്നേ. അത് നമ്മുടെ ഫ്രണ്ട്സ് ആക്ച്വലി വൈകുന്നേരമാണ് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. അപ്പം ഇരുന്ന് തന്നെ അവർ തന്നെ കുറച്ചത് അസംബിൾ ചെയ്തു. പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ട്സ് വന്നപ്പോഴേക്കും അവർ ബാക്കിയും കൂടെ അസംബിൾ ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. സാക്കി ഇപ്പോൾ നല്ലോണം യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു കുഞ്ഞി ട്രാക്ടറാണ്. ഞങ്ങൾ ആദ്യമായിട്ട് തുറന്നൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് 3 രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവനിത് ഓടിച്ചുകൊണ്ട് നടക്കാം, ഈ ഒരു ഹാൻഡിൽ പിടിച്ചുകൊണ്ട് എഴഞ്ഞുകൊണ്ട് നടക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് കയറി നിന്ന് ഓടിക്കാം. പിന്നെ അതേപോലെ മേളിൽ വേറൊരു സാധനം കൂടെ ഉണ്ട്. ആ സാധനം എടുത്ത് എവിടെയോ കയറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്, ഞാൻ കാണുന്നില്ല. ഒരു സാധനം കൂടെ ഉണ്ട്, അത് വെച്ചിട്ട് അവനിങ്ങനെ നിന്നുകൊണ്ടും ഓടിക്കാം. അപ്പം നടക്കാനും എഴയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തുടങ്ങിയ പിന്നെ നിർത്തൂല. അപ്പോൾ ഇങ്ങനത്തെ കുറേ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈക്ക് ഒരു സ്റ്റിയറിംഗ് ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഹോണൊക്കെ ഉണ്ട്. അടിപൊളി സാധനമാണ്. ഒരു വയസ്സിന് ഉള്ളൊരു കൊച്ചിന് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു ട്രാക്ടറാണ് കേട്ടോ ഇത്. അവർക്കിങ്ങനെ ഉന്തി നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. നമുക്ക് വോക്കർ നമ്മൾ ഇവിടെ ക്യാൻഡലിൽ ബാൻഡാണ്. പിന്നെ ഒരു പുഷ് ടോയ് ഉണ്ട് സാക്കിക്ക് ഓൾറെഡി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉള്ള, അവന് ഇരുന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ടോയ് ആയിരുന്നു അത്. ദാറ്റ് വാസ് ലൈക്ക് സോ യൂസ്ഫുൾ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഗിഫ്റ്റ് ഇതാണ്. അപ്പം ഈ ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് ബാഗുകൾ ഉണ്ടായിരുന്നു. അപ്പം ഓരോ ബാഗിലും ഉള്ള സാധനങ്ങൾ തന്നെ അല്ല കേട്ടോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവർ കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ അല്ല കേട്ടോ. കാരണം അന്ന് നമ്മൾ പാർക്കിൽ വെച്ച് നടത്തിയപ്പോഴേക്കും അപ്പം വലിയ ബാഗിലോട്ടുള്ളത് വലിയ ബാഗിൽ നമ്മൾ എന്ത് ചെയ്തു, ചെറിയ സാധനങ്ങളെല്ലാം കൂടെ കുത്തി നിറച്ചാണ് വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അപ്പം ഓരോരുത്തരും ഈ ബാഗ് തന്ന ആരാണോ അതിലുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കില്ല ഇതിൽ കാണുന്നത്. വേറെ ഗിഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇത് ആരൊക്കെയാണ് തന്നതെന്നുള്ളതൊന്നും കറക്റ്റായിട്ട് ഇപ്പം എനിക്ക് പറയാൻ അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 1-2 ആഴ്ച കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വലിയ ബാഗിലും ചെറിയ സാധനങ്ങൾ കുത്തി നിറച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം എന്താണ്, എങ്ങനെയാണ്, ആര് തന്നാണെന്ന് നമുക്കറിയില്ല. ഗിഫ്റ്റ് മാത്രം നമുക്ക് കാണാം. അടുത്തത് ഈ ഒരു സാധനമാണ്. ഇത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിൽ കയറി ഇങ്ങനെ ഇരിക്കാം. നോക്കൂ, ഇതിലിങ്ങനെ കയറി ഇരുന്നിട്ട് നമുക്കിങ്ങനെ ആടാൻ പറ്റുന്ന സാധനമാണ് ഇത്. ഞാൻ നേരത്തെ കണ്ടപ്പം എനിക്ക് ശരിക്കും വിഷമം തോന്നിയൊരു കാര്യമാണ്, ഞാൻ 1.5 ആഴ്ചയായിട്ട് ഇത് വെളിയിലെടുത്ത് വെക്കാണ്ട് അവന് കളിക്കാൻ കൊടുക്കാണ്ട് ഞാനത് എടുത്ത് വെച്ചുള്ളത് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്. ബിക്കോസ് ഇതൊക്കെ ഇപ്പോൾ അവർ എൻജോയ് ചെയ്യുന്ന പ്രായമായിരിക്കുമല്ലോ. എനിക്കറിയില്ല, സാക്കിക്ക് പ്രത്യേകിച്ച് ഈ ലൈക്ക് ഇങ്ങനെ രൂപങ്ങളൊക്കെ കാണുമ്പോഴേക്കും പൊതുവെ തന്നെ സോഫ്റ്റ് ടോയ്സ് ഇഷ്ടമല്ല. ഇങ്ങനെ നമ്മൾ ടി വിയിലൊക്കെ എന്തെങ്കിലും ഈ കാറ്റർപില്ലറിനെയൊക്കെ കാണുമ്പോൾ അവനൊരു പേടിയുണ്ട്. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അവന് മനുഷ്യൻ്റെ രൂപമൊന്നും അവന് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ വേറൊരു ലൈക്ക് ആനിമൽസ് ആസ് ഇറ്റ് ഈസും കുഴപ്പമില്ല. ഒരു ആനിമേഷനാണോ എന്തോ അവനൊരു ചെറിയ പേരുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇതിനി കാണുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ടോയ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് സോ ഹെവി. നമുക്ക് ഹെവി ആവുന്നത് നല്ലതാണല്ലോ ഉറപ്പായിട്ടും. കാരണം അവരവിടെ ഇരിക്കുമ്പോഴേക്കും
പിള്ളേരെ തിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് വീഴാണ്ടിരിക്കാനായിട്ട് നല്ല സ്ട്രോങ് ആൻഡ് ഹെവി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും എപ്പോഴും നല്ലത്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. ഇതിൽ പറഞ്ഞേക്കുന്നത് 18 months പ്ലസ് തൊട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. കാണാമോ? 18 months പ്ലസ് യൂസ് ചെയ്യാനായിട്ടാണ്. എനിക്കറിയില്ല, ഞാൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ലെറ്റ്സ് സീ അവനത് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ്. ഇനി കുറച്ച് ക്ലോത്ത്സ് ആണേ. കുറച്ച് സിപ്പ് ലോക്ക് ബാഗിലുള്ള കുറച്ച് ക്ലോത്ത്സ് ആണ്. നമുക്കിത് തുറന്ന് നോക്കാം. ഫസ്റ്റ് ഇത് എടുക്കാമേ. ഒരു ജെം സ്യൂട്ട് പോലെയുള്ളൊരു ഉടുപ്പാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് ഡൈനോ ഇൻ ഹിയർ. ആൻഡ് ഡൈനോയുടെ കൊമ്പൊക്കെ ഉണ്ട് ബാക്കിൽ. നമ്മുടെ ഞാൻ ജസ്ന ഷമിലിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വ്ളോഗിൽ. അവരുടെ മോനുണ്ട് ഐദുവിന് ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഡൈനോ. അവന് സ്കൂളിൽ പോകുന്ന നേരത്തെ ഡൈനോയുടെ ബാഗ്, ഡൈനോയുടെ പെൻസിൽ ബോക്സ്, ഡൈനോയുടെ ലഞ്ച് ബോക്സ് എല്ലാം ഡൈനോ ആയിരുന്നു വേണ്ടത്. സഖയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. ലൈക്ക് ഇഷ്ടങ്ങളാവാൻ പ്രായമായിട്ടില്ല, എനിക്കറിയില്ല. പൊതുവെ ബോയ്സിന് ഡൈനോയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ അടുത്ത ഗിഫ്റ്റ്. അതിൻ്റെ തന്നെ ഒരു ചെറിയ ടീഷർട്ടാണോ ഇത്? ടീഷർട്ട് അല്ല, ലൈക്ക് ഒരു ഇതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് വൺസീന്നാണോ? എനിക്കറിയില്ല. ഇതിനാണോ വൺസി എന്ന് പറയുന്നത് എനിക്കറിയില്ല. സോ ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. ആൻഡ് ലെറ്റ് മീ സീ. എനിക്കൊന്നും ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന ഉടുപ്പാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇതും ഇങ്ങനെയായിട്ടാണ് വരുന്നത്. ആൻഡ് ലെറ്റ് മീ സീ, ഇത് ഏത് പ്രായത്തിൻ്റെ ആണെന്ന് നോക്കണം. ഇത് അവന് പാകമാണ്. അവന് ആക്ച്വലി നീളമുണ്ട് നല്ലപോലെ, അതുകൊണ്ട് ഇത് പാകമാണ്. ബട്ട് ഇത് കുറച്ച് വലുതായിരിക്കും. ബട്ട് ഓഫ് കോഴ്സ് വലുതാവുന്നതാണ് നല്ലത്. കാരണം പിള്ളേർ പെട്ടെന്ന് അവരുടെ സൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ സാക്കിനെ സംബന്ധിച്ച് അവൻ്റെ എന്താ പറയുക, വണ്ണം അങ്ങനെ ഭയങ്കരമായിട്ട് വെക്കുന്നില്ലെങ്കിലും നീളം നന്നായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉടുപ്പുകൾ ചെറുതായി പോകാറുണ്ട്. സോ ഇറ്റ്സ് ഓഫ് കോഴ്സ്, അപ്പോൾ എല്ലാ ഉടുപ്പുകളും കുറച്ച് വലുതായിട്ടിരിക്കുന്നത് വി പ്രിഫർ ടു ഡു ദാറ്റ്. ഇനി അതേപോലെ ഡേ കെയറിൽ പോയി തുടങ്ങുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ദിവസം നമ്മൾ ഇട്ട ഉടുപ്പിന് പുറമെ ഒരു 2 ഉടുപ്പ് എക്സ്ട്രാ കൊടുത്തു വിടണം. ആൻഡ് അവരവിടെ പോകുമ്പോഴേക്കും എന്തായാലും അതിൽ കുറേ സ്റ്റെയിനും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ആഴ്ചയിൽ ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടെന്നാണ്. അപ്പം ഡ്രസ്സ് എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത കിട്ടിയത് ഇതാണ് കേട്ടോ. ദിസ് ഇസ് സോ ക്യൂട്ട്. ഇതും ഡൈനോ ആണ്, ബട്ട് ഇത് നല്ല വലുതാണ്. എനിക്കറിയില്ല ഇതിൻ്റെ സൈസ്, എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ വലുതാണെങ്കിൽ വി ഡോണ്ട് കെയർ. ലൈക്ക് നമ്മളിതെല്ലാം 4T ആണ് സൈസ്. അപ്പോൾ ഇത് ശരിക്കും വലുതാണ്. വി ഡോണ്ട് കെയർ. ലൈക്ക് വലുതാവുന്നതാണ് നമുക്കിഷ്ടം. എല്ലായിടത്തും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. സാക്കിക്ക് ആക്ച്വലി ഒരു നമ്മുടെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ വലിയ ഡ്രസ്സുകളെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 1 to 2 ആഴ്ചയിൽ പെട്ടി ഇടയ്ക്ക് തുറന്നു നോക്കും, ഏതെങ്കിലും ഉടുപ്പ് ഇതിൽ ചേരുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കബോർഡിലോട്ട് വെക്കും. അങ്ങനെയാണ് ഞാൻ സാക്കിയുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇനി അതേപോലെ ടോയ്സ് വെക്കാനായിട്ടും ഒരു പെട്ടി കണ്ടെത്തേണ്ടിയിരിക്കും. ഇനി അടുത്ത എന്താണെന്ന് നോക്കാമേ. അടുത്തത് ഒരു ബാഗാണ് കേട്ടോ. എഗെയിൻ ഡൈനോ ആണ്. ഈ ഡൈനോ ഇങ്ങനെ കുറേ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ബോയ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കുമ്പോഴേക്കും എപ്പോഴും കാണുന്നൊരു സാധനമാണ് ഡൈനോ. എനിക്കറിയില്ല ഇവിടുത്തെ കുട്ടികൾക്ക്, നാട്ടിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ലൈക്ക് നാട്ടിലും എല്ലാവർക്കും ഡൈനോസിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ബോയ്സിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഡൈനോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഷമിലിക്കയുടെയും ജസ്നയുടെയും കുട്ടി ഐദുവിന് ഈ ഡൈനോസിന് കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ. എനിക്ക് ആപ്പാട് അറിയുന്ന റാപ്റ്റേഴ്സിനാണ് കേട്ടോ. മറ്റേ എന്തോ ഈ സോസേഴ്സ് എന്നൊക്കെ ലാസ്റ്റ് വരുന്ന രീതിയിലുള്ള കുറേ വെറൈറ്റീസ് ഓഫ് ഡൈനോസ് ഉണ്ടല്ലോ. അവരുടെ എല്ലാം പേരറിയാം അവന്. അത് പേര് മാത്രമല്ല, ഇപ്പം ഒരു ടൈപ്പ് ഓഫ് ഡൈനോനെ പറയുവാണെങ്കിൽ അത് ഹെർബിവോറസ് ആണോ, അത് പുല്ല് മാത്രം കഴിക്കുന്നതാണോ, അതോ ഇനി മനുഷ്യനെ കഴിക്കുന്നതാണോ, അല്ലെങ്കിൽ അതിന് കൊമ്പുണ്ടോ, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിനെ വരയ്ക്കുകയൊക്കെ ചെയ്യും. ഡേ കെയറിൽ തന്നെ വെച്ച് അവൻ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു 3 വയസ്സാകുമ്പോഴേ അവന് 3 to 4 വയസ്സ് സമയത്ത് അവന് ഇതെല്ലാം അറിയാം. അപ്പം ഇവിടെ ഡൈനോയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് ബോയ്സിന്. അതുകൊണ്ടാണ് നമുക്ക് ബോയ്സിന് എന്ത് സാധനം വാങ്ങിച്ചാലും, ക്ലോത്ത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോയ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ബാഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അപ്പോൾ എല്ലാം ഡൈനോയുടെ സംഭവങ്ങൾ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബോയ്സിന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നത്. ആൻഡ് ഇതൊരു ബാഗാണ്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി യൂസ്ഫുൾ തിങ് ടു. കാരണം സാക്കി ഡേ കെയറിൽ പോവാണ് നെക്സ്റ്റ് മന്ത് തൊട്ട്. അപ്പം പൊതുവെ ഇവിടെ ഡേ കെയറിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഒരു ബാഗ് ഉണ്ടല്ലോ, നമ്മൾ ന്യൂ ബോൺ ആയിരിക്കുമ്പോഴേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഡയപ്പർ ബാഗ്, ആ ബാഗിലാണ് എല്ലാവരും കൊടുത്തു വിടുക.
ബട്ട് എനിക്ക് ഈ ബാഗ് എന്തായാലും ഇഷ്ടപ്പെട്ടു. ബിക്കോസ് നമുക്ക് പുതിയതായിട്ട് അവന് പോവല്ലേ, അപ്പോൾ നമ്മൾ പുതിയ ബാഗൊക്കെ വാങ്ങിച്ച് നമ്മൾ പണ്ട് സ്കൂളിൽ പോയതുപോലെയൊക്കെ ഒരു ഫീൽ ഇരിക്കട്ടെ. അപ്പോൾ ഈ ബാഗിൽ സാധനങ്ങളൊക്കെ കൊടുത്തു വിടാം. ഡേ കെയറിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങുന്ന ഒരു സാധനമായിരുന്നു ബാഗ്. നമുക്ക് ബാഗ് നേരത്തെ കിട്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എനിക്കൊന്ന് ലഞ്ച് കൊണ്ടുപോകാനുള്ള സാധനമാണ്. ഇത് നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ലഞ്ചൊന്നും കൊടുത്തു വിടുന്നില്ല, അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡ് അവർ അവിടെ നിന്ന് തന്നെയായിരിക്കും കഴിക്കുക. അപ്പം അത് കൊടുക്കേണ്ട കാര്യമില്ല. സോ നെക്സ്റ്റ് തിങ് ഈസ് നമ്മുടെ ബാഗ്, നമ്മൾ ഡേ കെയറിൽ കൊണ്ടുപോകാൻ പോകുന്ന ബാഗ്. ഓക്കെ, എല്ലാവരും തിരിച്ച് കയറ്റി തന്നെ വെക്കാം. ബിക്കോസ് സാക്കി എങ്ങാനും പെട്ടെന്ന് എണീറ്റാൽ ഇതെല്ലാം കൂടി എടുത്ത് ഞാൻ പെട്ടെന്ന് കൊണ്ട് റൂമിൽ കൊണ്ട് വെക്കേണ്ടി വരും. നമുക്കൊരു സ്പെയർ റൂമുണ്ട് കേട്ടോ. അവിടെയാണ് നമുക്ക് 2 ബെഡ്റൂമാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്, ലൈക്ക് ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻ്റ് ആണ്. അവിടുത്തെ സ്പെയർ റൂമിലാണ് നമ്മളിങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഒക്കെ നമ്മൾ അവിടെയാണ് കേട്ടോ വെക്കുന്നത്. ഇനി അടുത്തത് ഇത് ഡൈനോ ആണോ? ഓ, ദിസ് ഈസ് എ കൈൻഡ് ഓഫ് മോൺസ്റ്റർ. ഇത് മോൺസ്റ്റർ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ടോയ് ആണ് അടുത്തത്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് കളിക്കേണ്ട ടോയ് ആണെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റില്ലാത്ത ടോയ് ആണ്. ബിക്കോസ് ഇതിൽ കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ സാക്കിക്കൊക്കെ എന്ത് കിട്ടിയാലും സാക്കി അതെടുത്ത് വായിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും ഞാൻ സൂക്ഷിച്ച് വെക്കാൻ പോകുന്നൊരു സാധനമാണ് കേട്ടോ. ഈ ടോയ്സിൻ്റെ ഒക്കെ വേറൊരു ഫാനുണ്ട്, അവൻ്റെ അബ്ബ. അവന് ഇക്കൊക്കെ ഈ ടോയ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ലൈക്ക് റിമോട്ട് കാർസ്, ഇക്കൊക്കെ ചെറിയൊരു ഹോട്ട് വീൽസ് കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഇപ്പം കുറച്ചായിട്ട് വാങ്ങിക്കുന്നില്ല, ബട്ട് ഹോട്ട് വീൽസ് ഒക്കെ ഇങ്ങനെ നോക്കി വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പം ഇതൊന്നും ഞാൻ ഇങ്ങനെ കാണിക്കാണ്ട് വെക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് കളിച്ചെന്നിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് തിങ് വി ഗോട്ട് ഈസ് ഈ ഒരു ജാക്കറ്റാണ്. ഓക്കെ, ജാക്കറ്റ് ഈസ് ഓൾവേസ് യൂസ്ഫുൾ. കാനഡയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3 to 4 monthsേ ഉള്ളൂ ഒരു പ്രോപ്പർ സമ്മർ എന്ന് പറയുന്നത്. ബാക്കി മുഴുവൻ ഒരു തണുപ്പ് കലർന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ. അതായത് പ്രോപ്പർ വിൻ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. കുറച്ച് സമയത്തൊക്കെ ചെറിയൊരു ചൂട് വരാറുണ്ട്, അല്ലാത്ത സമയത്തൊക്കെ തണുപ്പ് തന്നെയാണ് ഇവിടെ മെയിനായിട്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ജാക്കറ്റ്സ് ആവശ്യമുണ്ട്. ഇത് പ്രോപ്പർ വിൻ്റർ ജാക്കറ്റ് അല്ല, ഇതിൻ്റെ അകത്ത് ഇൻസുലേഷൻ ഇല്ല, ബട്ട് ഒരു സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഫോളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റാണ്. ആൻഡ് വിൻ്ററിൽ ജാക്കറ്റ് നമ്മൾ ലെയറപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അകത്ത് 2-3 ക്ലോത്തൊക്കെ ഇട്ടാൽ മേളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റാണ്. ആൻഡ് ഡേ കെയറിൽ പോകുമ്പോൾ അവർ വെളിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ജാക്കറ്റിന് കൊടുത്തു വിടണം. അല്ലാണ്ട് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഒരുപാട് നേരം വെളിയിൽ നിൽക്കുന്നില്ല, കുറച്ചൊന്ന് പാസ് ചെയ്തൊക്കെ പോകാനാണെങ്കിൽ ഒക്കെ ഇടാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് ജാക്കറ്റാണ് കേട്ടോ. അതാണ് നമ്മുടെ കുറച്ച് ലൈക്ക് ആ ബാഗിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെയായിരുന്നു ആ ബാഗിലുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഗിഫ്റ്റ്, ഒരു ഹാപ്പി ബർത്ത്ഡേ ബാഗ്. ഓക്കെ, ബാഗ് മാത്രമല്ല അതിൽ സാധനമുണ്ട് കേട്ടോ. അഗെയിൻ ഡൈനോ. കുറച്ച് കളർഫുൾ ഡൈനോ ആണ്. ഒരു പൈജാമ സെറ്റാണ്. ലെറ്റ് മീ സീ. ഓക്കെ, അഗെയിൻ ഡൈനോസ് ഉള്ള ഒരു പൈജാമ സെറ്റാണ്. കുറച്ച് കളർഫുൾ ഡൈനോസ് ഉള്ള ഒരു പൈജാമ സെറ്റാണ് കേട്ടോ. ഇത് ഓക്കെ, ഇത് എടുത്ത് വെക്കുന്നതിന് മുന്നേ ദിസ് ഈസ് അഗെയിൻ 2 years പ്രായമാണ്. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ സാക്കിക്ക് ഇത് ഇപ്പോഴേ ഇട്ട് കൊടുക്കാം, ബട്ട് അല്ലെങ്കിൽ ഒരു 6 months കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 1.5 വയസ്സ് തൊട്ട് ഇടുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് നാൾ അതങ്ങനെ പെട്ടി തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് പിന്നെ അതാണ്ട് ദിസ് ഈസ് പ്രിറ്റി അഗെയിൻ. ഒരു ഇന്നെന്താ പറയുക, കോഡ് സെറ്റ്. ഒരു കോഡ് സെറ്റ് ഉണ്ട്. കോഡ് സെറ്റ് അല്ല, ഷർട്ടും നിക്കറും എന്ന് പറയാം അല്ലേ, കോഡ് സെറ്റ് അല്ല. സോ ഇതും 12 to 18 months ആണ്. ദിസ് ഈസ് ആക്ച്വലി ഗുഡ് ഫോർ സാക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇനി ഇതിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സാക്കിനെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് തോന്നുന്നു സാക്കിയുടെ ഒരു വളർച്ചയുടെ ഗ്രാഫ് വെച്ചിട്ട് ഭയങ്കര അങ്ങ് വണ്ണം വെക്കുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത സമ്മർ വരുമ്പോഴേക്കും ഇതൊക്കെ നമുക്ക് പെട്ടിയിൽ നിന്ന് പതുക്കെ പൊക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതായിരുന്നു നെക്സ്റ്റ് ഗിഫ്റ്റ്. ഇനി അഗെയിൻ വി ഗോട്ട് എ ജാക്കറ്റ്. ഈ ജാക്കറ്റ് ആക്ച്വലി 12 to 18 months ആണ്, വിച്ച് ഇസ് ഗുഡ്. ഇത് നമുക്ക് വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റാണ് കേട്ടോ. ഡേ കെയറിൽ വിടാൻ നേരത്ത് അഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ ഇങ്ങനെ ഫുൾ കാല് തൊട്ട് 1C ടൈപ്പ് ഓഫ്, അതിന് പേരുണ്ടോയെന്ന് എനിക്കറിയില്ല, 1C ടൈപ്പ് ഓഫ് ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ലൈക്ക് ജാക്കറ്റ്സ് ആണ് ബെറ്റർ എന്ന് തോന്നുന്നു.
പക്ഷെ അല്ലാണ്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ക്യൂട്ടായിട്ടുള്ള ജാക്കറ്റാണ്. ഓക്കെ, ആൻഡ് കളർ നല്ല പ്രിറ്റിയാണ്, നല്ല രസമുള്ള ജാക്കറ്റാണ്. ഇത് നോക്കി, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഫോളിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞങ്ങൾ അവൻ്റെ കറക്റ്റ് സൈസാണ്. ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ലീവ്ലെസ് ജാക്കറ്റ് നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് സാധനം വരുത്തിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കസിനുണ്ട് മാളു, അവൾ ഒരുപാട് ഡ്രസ്സ് സാക്കിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഡ്രസ്സിൻ്റെ കൂടെ ഇതേപോലെ ഒരു സ്ലീവ്ലെസ് ജാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഫോളിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഓഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരെണ്ണമുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വെക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചാലും ഇനി ഇതിൽ കണ്ടോ, ഇപ്പം നമുക്ക് കുറച്ച് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താ പറയുക, നമ്മുടെ മെയിൻ കബോർഡിൽ എടുത്ത് വെക്കേണ്ട കാര്യമായിട്ടുണ്ട്. ആൻഡ് സ്റ്റോറേജ് സ്പേസ് ആണ് ഭയങ്കര പ്രശ്നം. ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാനും അതേപോലെ അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാലേ ഉള്ളൂ എല്ലാ ദിവസവും എടുക്കാനും പിന്നെ ലോണ്ടറി ഒക്കെ വേണ്ടിയിട്ട് തിരിച്ചു വെക്കാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു വലിയൊരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു നല്ല സ്റ്റോറേജ് സ്പേസ് നമ്മൾ നോക്കണം. ഒരു നല്ല കബോർഡ് നോക്കണം അവന് വേണ്ടി മാത്രമായിട്ട്. കാരണം അവന് വലുതായിട്ട് വരുന്ന ക്ലോത്ത്സ് നമ്മളെടുത്ത് മാറ്റി വെക്കണം. സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്സ് എടുത്ത് വെക്കണം. ആൻഡ് ചെറിയ ക്ലോത്ത്സ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഗിഫ്റ്റ് ഫ്രം റൂട്ട്സ്. റൂട്ട്സ് ആക്ച്വലി ഒരു എക്സ്പെൻസീവ് ബ്രാൻഡാണ് കേട്ടോ. അബ്ബാക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് റൂട്ട്സ്. ആൻഡ് നല്ല ക്ലാസിക് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്വെറ്റ് ഷർട്ട് ഫ്രം റൂട്ട്സ്. ഇത് ഞാൻ എന്തായാലും ഡേ കെയർ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ഇട്ട് കൊടുക്കാം. ബിക്കോസ് ഡേ കെയറിൽ പോയി അതും പിറ്റേ ദിവസം സ്റ്റെയിൻ ആയിട്ട് വരുന്നതെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പൊതുവേ സാക്കി അങ്ങനെ തന്നെയാണ്. ഇത് 12 to 18 months തന്നെയാണ്. ഇത് ഇപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐ എം വെയിറ്റിംഗ് ടു മേക്ക് ഹിം വിയർ ദിസ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അവൻ ഇട്ട് വരുമ്പോൾ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആൻഡ് എഗെയിൻ ഒരു വൺസി പോലത്തെ ഒരു ഇതുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ശരിക്കും യൂസാണ്. ഞാൻ ഇതുവരെ സാക്കിനെ അങ്ങനെ എന്താ പറയുക, ലെയറപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കുറേ നേരം നമ്മൾ വിൻ്ററിലൊന്നും ഔട്ട്ഡോർ നിന്നിട്ടില്ല. അപ്പം പക്ഷേ ഇനി വലുതാവുന്നതോറും നമ്മൾ വിൻ്റർ ആക്ടിവിറ്റീസിനൊക്കെ കൊണ്ടുപോയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആ ഇപ്പോൾ കണ്ട ക്ലോത്ത് ഇല്ലേ, ആ ക്ലോത്ത് ഇട്ടിട്ട് വേണം നമ്മൾ വേറൊരു ക്ലോത്ത് അതിൻ്റെ മുകളിലിടാനായിട്ട്. അപ്പം അങ്ങനെയുള്ളത് എനിക്ക് തോന്നുന്നു ബർത്ത്ഡേക്ക് അങ്ങനത്തെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും യൂസ്ഫുൾ ആണ്. നമുക്ക് ലെയറപ്പ് ചെയ്യാനായിട്ട് മാറി മാറി യൂസ് ചെയ്യാമല്ലോ. യാ, ദാറ്റ് വാസ് ഇൻ ദാറ്റ് ബാഗ്. ഇനി അയ്യോ, ഒരുപാട് നമുക്ക് ഇങ്ങനെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കാർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബർത്ത്ഡേ കാർഡുകൾ മാത്രമല്ല, എല്ലാ കാർഡുകളും സാക്കിയുടെ ജെൻഡർ റിവീലിന് വന്ന സമയത്തും ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുന്നേ ഒക്കെ ഒരുപാട് പേര് വന്നിങ്ങനെ കാർഡ്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനൊരു വോളിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് എടുക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം കട്ടിലിൽ നിന്ന് അത് ആ വോളിൽ എത്തിപ്പിടിക്കാൻ സാക്കിക്കായി. അപ്പം അത് മാറ്റേണ്ട സമയമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നൊക്കെ ഇനിയിപ്പം കുത്തി കയറുമെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു ലൈക്ക് ഹാപ്പി, ഓഫ് കോഴ്സ് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ സാക്കി, ഐ ഹോപ്പ് യു പ്ലേ വിത്ത് മീ സൂൺ, ലവ് യു ഐദിൻ. നേരത്തെ പറഞ്ഞ ഐദൂട്ട് ജസ്റ്റിന് എഴുതിയ കാർഡാണ്. ബട്ട് അത് അവനിവിടെ ഇല്ല. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അവനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവനെ നാട്ടിൽ വിടേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടാണ് അവർ വിട്ടത്. പക്ഷേ അവനെ കാണാൻ തോന്നുന്നുണ്ട്. അവർ ഈ കാർഡ് കിട്ടിയപ്പോഴേക്കും അതൊന്നും കൂടെ എനിക്ക് റിഫ്ലക്റ്റ് ആയി. കാരണം ഞാൻ സാക്കി ബോയ് ആണെന്ന് ജെൻഡർ റിവീലിന് കണ്ടപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഐദുവിനെയാണ് മനസ്സിൽ വന്നത്. എനിക്ക് അടുത്തറിയാവുന്ന ഒരു ബോയ് ബേബി ഐദു ആണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഐദുവിനാണ് മനസ്സിൽ വന്നത്. അപ്പം അവർ രണ്ടുപേരും കളിക്കുന്ന കാര്യമൊക്കെ ഓർത്തപ്പോഴേക്കും ഐ വോണ്ടഡ് ടു സീ ദാറ്റ്. അപ്പം അവൻ എത്രയും പെട്ടെന്ന് വരാൻ പറ്റട്ടെ. ഇത് അബ്ബയുടെ ഫേവറേറ്റ് ഗിഫ്റ്റാണ് കേട്ടോ. കാണാമോ? ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് അടിപൊളി സാധനമാണ്. ഒരു മക്ലാരൻ ആണ്. അബ്ബാക്ക് ഒരുപാട് സന്തോഷമായ ഒരു സാധനമാണ് കേട്ടോ. അബ്ബയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ലൈക്ക് ഒരു ഡിസ്പ്ലേ സ്റ്റാൻഡും എല്ലാം ഉണ്ടാക്കാനായിട്ട്. അബ്ബയുടെ കളക്ഷൻസും ഇതുപോലെയുള്ള സാധനങ്ങളും എല്ലാം നമുക്ക് വെക്കാനായിട്ട് ഒരു ഡിസ്പ്ലേ സ്റ്റാൻഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ വീട് അത്യാവശ്യം നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്താ പറയുക, ഇനിയും സാധനങ്ങൾ കുത്തി നിറയ്ക്കാനുള്ള സ്പേസ് ഇതിലില്ല. അതാണ് വേറൊരു വലിയ കാര്യം. പിന്നെ സാക്കി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ഫർണിച്ചേഴ്സ് ഒന്നും ഇതിൽ കൊണ്ടുവരാനും പറ്റില്ല. കാരണം അവൻ അവിടെ ഇവിടെയൊക്കെ പോയി തലയിടിക്കും. ഒന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ പോയി തലയിടിച്ച് എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് ഇനി ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉള്ള സാധനങ്ങളോ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഈ ചില്ലുള്ള സാധനങ്ങളോ ഗ്ലാസിൻ്റെ സാധനങ്ങളോ ഒന്നും കൊണ്ടുവരില്ല. ഇപ്പോൾ ഡിസ്പ്ലേ സ്റ്റാൻഡ് ഒബ്വിയസ്ലി ഗ്ലാസിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ എപ്പോൾ അവൻ തല്ലി തകർത്തും നമുക്ക് പറയാൻ പറ്റില്ല. സോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിസ്പ്ലേ സ്റ്റാൻഡ് നമ്മൾ വാങ്ങിക്കണം. എന്നിട്ട് അബ്ബാടെ കാർ കളക്ഷൻസും പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം വൺസ് അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പുറത്തെടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. അല്ലാതെ ഞാൻ ഇപ്പം ഇവനിത് കൊടുത്ത ഇവൻ തല്ലി തകർത്ത് പൊട്ടിക്കും. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല ഇപ്പം. പിന്നെ ഈ ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടല്ലോ, കുറച്ചൊക്കെ ഞാൻ എടുത്ത് ആദ്യമേ സൂക്ഷിച്ച് വെച്ചായിരുന്നേ. ഞാൻ ഭയങ്കര കാർഡ്സിൻ്റെ ഫാനാണ്. കാരണം അതിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണേലും ഒരു കാർഡ് കൊടുക്കുമ്പോഴേക്കും മാക്സിമം എൻ്റെ മനസ്സിൽ നിന്ന് എഴുതാൻ നോക്കും. അപ്പം എനിക്ക് കിട്ടിയ കാർഡ്സും അതുപോലെ സാക്കിക്കും ഇക്കാക്കും കിട്ടിയ കാർഡ്സ് എല്ലാം തന്നെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ആ കാർഡ്സ് ഇനി എടുത്ത് സൂക്ഷിച്ച് വെക്കണം. അപ്പം അടുത്തത് കാണാം. ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡും കൂടെ ഞാനൊന്ന് വായിക്കാം കേട്ടോ. Happy birthday to the very cute and tiny little human being I know. Saki, we love you so much, Mutte. Be a good and obedient kid to your Abba and me. You are very lucky to have them as your mom and dad. Saki, love you. God bless you always. Yours, Sweden uncle and Lindsay. ലിൻസി മീ. ഓക്കെ, അപ്പോൾ ലിൻസി സ്വീഡൻ ചേട്ടനോട് തന്ന കാർഡാണ് കേട്ടോ. അപ്പം നല്ല കാര്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഇതായതുകൊണ്ട് ലൈക്ക് ഞാൻ വായിച്ചാണേ. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു എനിക്ക് കാർഡിൽ നന്നായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല, എന്താ ഞാൻ പെട്ടെന്ന് എഴുതിയതാണ് എന്ന് പറഞ്ഞു. അപ്പം അവൾ ആ എഫേർട്ട് എടുത്ത് എഴുതിയത് കൊണ്ട് എനിക്ക് വായിക്കണം തോന്നി. അപ്പം അതാണ് ലൈക്ക് ഒരു നെക്സ്റ്റ് കാർഡ്. പിന്നെ അതിൻ്റെ അകത്ത് എനിക്കിഷ്ടപ്പെട്ട, ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച, ഞാൻ എത്രയും അടുത്ത് തന്നെ ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. സാക്കിയുടെ ഒരു നല്ല ചിരിക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ചില ലൈഫുള്ള ഫോട്ടോസ് ഇല്ലേ, എനിക്കങ്ങനെ ലൈഫുള്ള ഫോട്ടോസ് എപ്പോൾ കണ്ടാലും അത് ഞാൻ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ലൈഫുള്ളൊരു ഫോട്ടോ ആയിരുന്നു ഇത്. റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടെന്നല്ല, യെസ് ഇത്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഞാനിത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്. അന്ന് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലിൻസി സ്വീഡൻ ചേട്ടൻ വന്നിട്ട് വന്നത്. അപ്പോൾ ലിൻസി നമ്മൾ ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോയുടെ ഒരു ഡെക്കർ ഉണ്ടായിരുന്നല്ലോ, ആ ഡെക്കറിൽ ഫോട്ടോ വെക്കാനായിട്ട് ഒരു ഫോട്ടോ ഈ ഫോട്ടോ ആയിരുന്നു. അപ്പം ഈ ഫോട്ടോ എന്തായാലും ഞാൻ അത് ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് ഞാൻ അപ്പം ഇരുന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവളെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റാണ് അതിലുള്ളത്, നീ പ്രതീക്ഷിച്ചിരുന്നൊരു സാധനം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം അതായിരുന്നു ഒരു ഗിഫ്റ്റ്. ആൻഡ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ ഗിഫ്റ്റ്സും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓഫ് കോഴ്സ്. പക്ഷേ ഇത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണല്ലോ, അതെനിക്ക് കൈ കിട്ടിയപ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. ഇനി ഇത് വീട്ടിൽ എവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ കുറേ ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നൊരു ഓർഡറിലില്ലാണ്ടാണ് കിടക്കുന്നത്. എന്നേലും നമ്മളൊരു വീടൊക്കെ വെക്കുമ്പോഴേക്കും ഒരു ഫോട്ടോ വാൾ ഇങ്ങനെ ചെയ്യണം, നമ്മുടെ ലൈഫ് ജേർണി കാണിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ വാൾ ചെയ്യണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ എല്ലാം പല സൈസിലാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഫ്രെയിംസ് ഒക്കെ. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം, എന്തെങ്കിലും സമയം കിട്ടുമ്പം ചെയ്യാം. പിന്നെ വേറൊരു ടോയ്. ഇത് ഈ ടോയും 3 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയാണ്. സോ ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. ആൻഡ് ദർ ഇസ് വൺ മോർ ടോയ് ഇൻ ഹിയർ. ഇതിലകത്ത് ലിൻസ് തന്ന സാധനങ്ങൾ മാത്രമല്ല, ലിൻസ് തന്ന സാധനങ്ങളെല്ലാം അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ കുറേ എവിടെ നിന്നൊക്കെ കിട്ടിയ ഗിഫ്റ്റ്സും ചുമ്മാ അതിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് 2+ ഇയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയാണ്. ബട്ട് ഇതിപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു കേട്ടോ. അവന് പൊതുവെ ഇങ്ങനെ വീലൊക്കെ ഉള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. ഇത് ചുമ്മാ ഓടിക്കാനാണോ, ഇതിൽ ബാറ്ററി ഇടണോ എന്നൊക്കെ ഉള്ളത് അബ്ബ വന്നിട്ട് നോക്കട്ടെ. ഇതൊന്നും എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. സോ അതൊക്കെയായിരുന്നു ആ ബാഗിൽ ഉണ്ടായിരുന്നത്. മക്ലറൻ കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ബാഗും കൂടി ഉള്ളെന്ന് തോന്നുന്നു. അഗെയിൻ ക്ലോത്ത്സ് ആണ്. ഇതൊരെണ്ണം. ഇത് കുറച്ചുകൂടെ കഴിയും, 18 months, ഒരു 4-5 months കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിടാം. പിന്നെ ഇത് 18 months ആണ്. ഇതും ഒരു 4-5 months കഴിയുമ്പോൾ ഇടാം കേട്ടോ.
അപ്പം ഇത് രണ്ടുമാണ് വേറെ കിട്ടിയ 2 ക്ലോത്ത്സ്. ആൻഡ് ഇതിൽ എഗെയിൻ അബ്ബാടെ സാധനങ്ങൾ വരുന്നുണ്ട്. ഹോട്ട് വീൽസ് അബ്ബാടെ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റിയ 2 കാറുകൾ വരുന്നുണ്ട്. ഇത് എനിക്കറിയില്ല ഇതെന്ത് വണ്ടിയാണെന്ന്. സോറി, ഇതെന്ത് വണ്ടിയാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് നമുക്കിത് കളിക്കാൻ കൊടുക്കണ്ട, ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇത് സൂക്ഷിച്ചു വെച്ചാൽ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു സാക്കി വലുതാകുമ്പോൾ അബ്ബാടെ മോനല്ലേ, അപ്പോൾ ഈ ഇങ്ങനത്തെ കാർ കളക്ഷൻ അവൻ ഇഷ്ടപ്പെടും. ആൻഡ് ഇപ്പോഴും അവനിങ്ങനെ വെളിയിലൊക്കെ പോകുമ്പോഴേക്കും, ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോഴേക്കും എല്ലാ വണ്ടീനെയും വീട് വരെ കൊണ്ടുവിടും. വണ്ടി ഇങ്ങനെ പോകുന്നത് നോക്കിയിരിക്കും. അപ്പോഴേ ഞങ്ങൾ പറയാറുണ്ട്, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല ഇതിന് പറയും. ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ് അല്ലേ. അപ്പോൾ അത് പറയാറുണ്ട്. ഭയങ്കര കാർ പ്രാന്തനാണ്. അബ്ബാക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറ്. അബ്ബാടെ ബ്രദർ സുട്ടു, അവൻ്റെ കൊച്ചയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കാറ്. പിന്നെ ലൈക്ക് അണ്ണച്ചിയുണ്ട്, വേറെ ബ്രദറുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാറ് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടികൾ ലൈക്ക് മെയിൻലി വണ്ടികളെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അവനും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കളക്ഷൻ നമുക്ക് കൊണ്ടുവരാം. അവനും അവൻ്റെ കളക്ഷൻസ് അതിൽ ആഡ് ചെയ്യട്ടെ. അപ്പോൾ ഒരു ഡിസ്പ്ലേ സ്റ്റാൻഡ് നമ്മൾ എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം എന്ന് ആലോചിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് സാക്കിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? പിന്നെയും കുറച്ച് ക്ലോത്ത്സ് ഉണ്ട് കേട്ടോ. ചില ക്ലോത്ത്സ് ഞാൻ 1-2 ക്ലോത്ത്സ് ഒക്കെ എടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. യാ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സാക്കിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മിക്കതും തന്നെ ഒബ്വിയസ്ലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ വിൻ്റർ ജാക്കറ്റുകൾ നമുക്ക് കിട്ടി 1-2 എണ്ണം, ലൈക്ക് 3 എണ്ണം കിട്ടിയെന്ന് തോന്നുന്നു. അതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് ആണെന്ന് ലൈക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ കസിൻ മാളു അവള് ഒരുപാട് ലൈക്ക് എന്താ പറയുക, എത്ര ഡ്രസ്സാണ്, ഒരു 10 to 15 ആണോ അതോ 11, അറൗണ്ട് അങ്ങനെ ഒരു 10 to 15 നമ്പർ ഓഫ് ക്ലോത്ത്സ് അവൾ കൊടുത്തു വിട്ടു. അപ്പം അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ഒത്തിരി പേര് സാക്കിനെ സ്നേഹിക്കാനുണ്ടെന്നുള്ളതിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷം കൊള്ളുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ഫാമിലി ഇല്ലെങ്കിലും എല്ലാവരും അവൻ്റെ സാധനം വാങ്ങിച്ചപ്പോഴേക്കും അവന് യൂസ് ആകും, അല്ലെങ്കിൽ എന്താ നമുക്കൊരു സന്തോഷമാവും അത് കാണുമ്പം എന്ന് കരുതി തന്ന ഗിഫ്റ്റ്സ് ആണ് എല്ലാം. അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിൻ്റെ പുറമെ നമുക്ക് കുറേ ഗിഫ്റ്റ് കാർഡ്സും കിട്ടി. ഞാൻ പറയുന്നില്ല അത് എത്ര എമൗണ്ടിൻ്റെ ആണെന്നൊക്കെ. ലൈക്ക് ശരിക്കും വലിയൊരു എമൗണ്ടിൻ്റെ തന്നെ കുറേ ഗിഫ്റ്റ് കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വി വർ ലൈക്ക് സോ എന്താ പറയുക, എന്ന് പറയുന്നതിന് എന്താ ലൈക്ക് ഭയങ്കര ഭയങ്കര അത്ഭുതം തോന്നി നമുക്ക്. നമ്മളങ്ങനെ വണ്ടടിച്ച് നിന്നു. ഇത്രയും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് സാക്കിയുടെ ലൈഫിൽ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുള്ളതിൽ വി ആർ സോ ഹാപ്പി, വി ആർ സോ പ്രൗഡ്. നമുക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ കാനഡ വന്നിട്ട്. അതൊക്കെയാണ് നമുക്കിവിടെ ഡിപ്രഷനൊന്നും അടിക്കാണ്ട് ലോൺലിനെസ് ഒന്നും തോന്നാണ്ട് നമ്മളെ ഇങ്ങനെ ഓരോ ദിവസവും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ ഫാക്ട്സ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് സാക്കിക്ക് കിട്ടിയ ഗിഫ്റ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലോ അതേപോലെ സജഷൻസ് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലോ ആൻഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് അറിയിക്കാൻ മടിക്കരുത്. ഞാനും തുടങ്ങിയതല്ലേ ഉള്ളൂ ഇങ്ങനെ വ്ളോഗൊക്കെ. അപ്പം ഇതിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കേൾക്കാൻ ഞാൻ അതൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ കമൻസ് ഇടുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ. സാക്കി ഇപ്പം എണീക്കും. അപ്പം ഞാനിതെല്ലാം കൊണ്ട് എടുത്ത് വെച്ചിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ. ഓക്കെ, ബൈ.